വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇഞ്ചിക്കറി വെക്കാനാ. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് 25 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ചെറുതായി അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അത് അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട്. അതിൽ 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ വീത്തിൻ്റെ അതിലേക്ക് ഇടുക. നമുക്ക് വാട്ടിയെടുക്കണം. നമ്മൾ വെച്ച ഇഞ്ചി കുറച്ച് വാടി കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ ചെയ്യേണ്ടത് ഒരു പിടി നാളികേരം നമുക്ക് വറുത്തെടുക്കണം. അത് ഇതിലിടാം. ബ്രൗൺ കളറിലായിട്ട് കിട്ടണം. പിന്നെ അതിലേക്ക് 1 സ്പൂൺ ഉലുവ ഇടാം. ഇത് രണ്ടും കൂടി നമുക്ക് മിക്സിയിൽ അടിച്ചു കൊണ്ടുവരാം. അടുപ്പത്ത് ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ നേരത്തെ എണ്ണ വീത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള എണ്ണ അതിൽ കുറച്ച് കടുകിടാം. ഒരു 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. കടുക് പൊട്ടി കഴിഞ്ഞിട്ട് പച്ചമുളക് ഇടാം. അതിലേക്ക് ഒരു 10-12 കോച്ച് വെളുത്തുള്ളി ഇടാം. ഞാൻ കുറച്ച് ഇഞ്ചി എടുത്ത കാരണം ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കണുള്ളൂ. നമ്മൾ ഇഞ്ചിയുടെ അളവ് കൂടുതലനുസരിച്ച് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇതിൽ കൂട്ടണം കേട്ടോ. വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടണം. സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നെല്ലിക്ക സൈസിലെ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് വീത്താം. കോൽപ്പുളി ഇട്ടാ. നമ്മൾ പിന്നെ വാട്ടി വെച്ച ഇഞ്ചി ഇടാം. നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ച നാളികേരം ഉലുവയും ഇതിൽ ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു 1/2 സ്പൂൺ കായത്തിൻ്റെ പൊടി ഇടാം. രണ്ട് 3 സ്പൂൺ ശർക്കര ബെല്ലത്തിൻ്റെ പൊടി അതിടാം. എല്ലാം കൂടി മിക്സ് ആക്കാം. രണ്ട് സ്പൂൺ വിനാഗിരി ഒഴിക്കുക. ഒന്ന് നേരിയതായിട്ടൊന്ന് തിളച്ചോട്ടെ. നമ്മൾ വെച്ച ഇഞ്ചിക്കറിയുടെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നാളികേരം വറുത്തരച്ച നാളികേരം വെച്ചിട്ടുള്ള ഇഞ്ചിക്കറി റെഡിയായി. വ്യത്യസ്തമായിട്ടുള്ള ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇതിൽ വറുത്തരച്ച നാളികേരം ഇതിൽ കൂട്ടിച്ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.